ഹലോ, എന്താ മാങ്ങയുടെ സീസണൊക്കെ കഴിയാനായില്ലേ? മാങ്ങ കഴിയാനായി. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിറയെ പുളിമാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഓരോരുത്തർക്കും ഞാൻ കൊടുത്തു, കുറേ കൊടുത്തു. എല്ലാവരും കഴിച്ചിരിക്കുന്നു. ഞങ്ങളെ വീട്ടിലത്തെ ആൾക്കാരും എല്ലാവർക്കും കൊടുത്തു. ഞാൻ ഒക്കെ കുറേ കയറ്റി വിട്ടു. അതിൻ്റെ ബാക്കി ഇപ്പോൾ ഞാൻ മാങ്ങ ഇതുപോലെ വേവിച്ച് വെച്ചിട്ടില്ല. അന്ന് കഴിഞ്ഞ പ്രാവശ്യം വേവിച്ച് വെച്ചിട്ട് മക്കൾക്ക് കൊടുത്തയച്ചു. അപ്പം മിഞ്ഞാന്ന് കിട്ടിയ മാങ്ങ അപ്പോൾ അത് കെട്ടി രാത്രിനെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടേ പിന്നെ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും കരിവേപ്പില ഇട്ടിട്ട് നല്ലതുപോലെ വേവിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ വെള്ളം ഉണ്ടായിരുന്നു. നല്ലതുപോലെ കുറുക്കി പറ്റുന്നവരെ അടുപ്പത്തിട്ട് ഇളക്കിയിട്ട് പിന്നെ എന്ത് ചെയ്ത് ശർക്കര ഇട്ടു കേട്ടോ. എന്നിട്ട് അങ്ങനെ കുറുക്കി വെച്ച മാങ്ങയാണ് ഇപ്പോൾ അത്. എന്താ ടേസ്റ്റ് ഇട്ടാൽ കഴിക്കാൻ, വെറുതെയും കഴിക്കുക മാങ്ങ. അപ്പോൾ നമുക്ക് എൻ്റെ കുട്ടികളൊക്കെ ഇനി വരും. അവർ സ്കൂൾ വെക്കേഷൻ ആകുമ്പോഴേ അവർക്ക് വെറുതെ കഴിക്കാനോ അല്ലെങ്കിൽ കറി വെക്കുക, മാങ്ങ പിന്നെ പഴമാങ്ങ കറി വെക്കുക, അല്ലെങ്കിൽ വെറുതെ കഴിക്കാനൊക്കെ എടുത്തേച്ചത് ഞാൻ എന്നിട്ട്. എന്നാലും കിട്ടിയ കഴിഞ്ഞ് മാങ്ങ ഒരു 2 ദിവസം കൂടി ഉണ്ടാവുള്ളൂ, കഴിയാനായി, ഇനി കിട്ടൂല. അപ്പം അങ്ങനെ ആക്കി വെച്ചാലേ ഇതെന്ന് പറയുക ബദാമിൻ്റെ കവറാണ്. ബദാം ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന കവറാണ്. അപ്പോൾ അതാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെറിയ കവറിലാക്കി വെച്ചാൽ വേഗം എളുപ്പത്തല്ലേ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഇതിലാക്കി വെക്കണത്. നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. മുളകും ഉപ്പും കരിവേപ്പിലൊക്കെ ഇട്ടിട്ടേ പിന്നെ ശർക്കരയും ഇട്ടപ്പോൾ പറയണ്ട. ചക്ക വരട്ടിയ പോലെ മാങ്ങയും വരട്ടിയേക്കാം അതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ലതാണ് കേട്ടോ. കുട്ടികളൊക്കെ നല്ലപോലെ കഴിക്കും. അപ്പോൾ പുളിമാങ്ങ നല്ല കിട്ടുന്ന ആൾക്കാർ ഇതേപോലെ ചെയ്യും കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും കരിവേപ്പില ഇട്ടിട്ട് വേവിക്കുക, എന്നിട്ടുണ്ട് വറ്റിക്കുന്ന ശർക്കര ഇടുക, എന്നിട്ടാണ്ട് വരട്ടിയിട്ടുണ്ട് കഴിച്ചാണ്ടല്ല അടിപൊളിയാണ്. അപ്പോൾ അതുപോലെ ചെയ്യുക. ഈ മഞ്ഞ കവർ കണ്ടില്ല, അതിൽ പൾപ്പാണ്, മാങ്ങാപ്പൾപ്പ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. പിന്നെ കുക്കറിൽ വേവിച്ചിട്ട് എങ്ങനെ മാങ്ങാപ്പൾപ്പ് എടുക്കുക, അങ്ങനെ പൾപ്പ് എടുത്ത് വെച്ചതാട്ടോ. ഇത് ഫ്രീസറിൽ മാങ്ങ മുറിച്ചിട്ട് വെച്ചതാണ്, വേവിച്ച് വെച്ചതാട്ടോ. അപ്പോൾ അതിൽ നിന്ന് ബാക്കി വരുന്ന മാങ്ങ അതിൽ എടുക്കാച്ചിട്ട് ഞാൻ ഫ്രീസറിന് എടുത്ത കവറാണിത്. അപ്പോൾ അതിലിത് കൂടി ആക്കി വെക്കുക. ഏതായാലും സ്ഥലം ഉണ്ടായില്ല, അപ്പോൾ അതും കൂടി ആക്കി വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നല്ലതല്ലേ നമുക്കിനി. പിന്നെ മാങ്ങ സീസൺ കഴിഞ്ഞാലും കറി വെക്കുക, കഴിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിൽ വരട്ടിയിട്ടും വെറുതെ കഴിക്കാം കേട്ടോ. മാങ്ങ നല്ല ടേസ്റ്റാണ്. ഞാൻ കുറേ കഴിച്ചു എന്തായാലും. അപ്പോൾ ടേസ്റ്റ് ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത നിങ്ങൾക്ക് ഉപകാരപ്രദ വീഡിയോയും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.